ശരിക്കും റഹ്മാൻ സാർ ഒരിക്കൽ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. ലതാ മങ്കേഷ്കർ, ആശാ ഭോസ്ലെ, ജാനകി അമ്മ മൂന്നും കൂടെ ചേരുന്നതാണ് ശരിക്കും മിൻമിനിയെന്ന്. അടിപൊളിയല്ലേ? അവാർഡ്. അതെ, എന്തിനാ അവാർഡ്? അതെ ചേച്ചി. അല്ല, അവരുടെയൊക്കെ മനസ്സിൽ അങ്ങനെയൊക്കെ ഓരോ മാർക്കുകൾ ഉണ്ട് എന്ന് അറിയുന്നത് തന്നെ ഒരു വലിയ അംഗീകാരമാണ്. സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണിയില് ശുഭ മാമിന്റെ ഒക്കെ കൂടെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. പാട്ട് പാടവാ ഡും ഡും ആട്ടമാടവാ, അതിൽ ചേച്ചിയും പാടിയിട്ടുണ്ട്. എനിക്ക് കാക്കാ പൂച്ച ഭയങ്കര ഇഷ്ടമാണ്. രാജാ സാറിന്റെ തന്നെ പപ്പയുടെ സ്വന്തം അപ്പൂസ്. കാക്കാ പൂച്ച കൊക്കരക്കോഴിവ ഒട്ടകമാ, അതെങ്ങനെയാ ചേച്ചി? പൂച്ച കൊക്കരക്കോഴിവ ഒട്ടകമാനമയിലേ ഇനി ആച്ച പോച്ച പട്ടണ താണ്ഡവം കെട്ടണമാടിയതിലേ തപ്പും കൊട്ടി താളം തട്ടി പാടാം വാ അപ്പുക്കുട്ട ഉപ്പും കൊണ്ടു കേറാം വാ ആർപ്പു വിളി ആർഭാടം കൊമ്പു വിളി കൂത്താട്ടം ഹേ മനസ്സിലൊരു മാമാങ്കം തക്കിട ധിമി ബം 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 വെറും കാക്ക പൂച്ച. ചേച്ചി ഇങ്ങനെയൊക്കെ പാടുന്ന ഒരു സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി ഇന്ത്യ മുഴുവനും പാടി തകർക്കുന്നു. ചേച്ചിയുടെ ചില ഫോട്ടോസ് കാണുന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ ചേച്ചിക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ആരാധകരുടെ എണ്ണം ഞാൻ ആലോചിച്ചത്. ഈ പെണ്ണിനെ കണ്ടാൽ അത്യാവശ്യം ആൾക്കാരൊക്കെ നോക്കും. ആ കാലഘട്ടത്തിൽ ഇന്ത്യ മുഴുവനും പാടി നടക്കുന്ന ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണ്. ഒരുപാട് പ്രപ്പോസൽസ് വന്നിട്ടുണ്ടാവും, അതിൽ ഒരുപാട് പ്രമുഖരൊക്കെ ഉണ്ടാവും. ഇപ്പൊ തൽക്കാലം ചേച്ചി പറയണ്ട, പക്ഷെ ആരാധകരെയൊക്കെ എങ്ങനെയാണ് ചേച്ചി നിയന്ത്രിച്ചേ? നമ്മൾ ആരാധകരെ കാണുന്നേ ഇല്ലല്ലോ. ഓ, അന്നത്തെ കാലം ആയതുകൊണ്ട് വാട്സപ്പും ഈ ഇൻസ്റ്റയൊന്നും ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ നേരിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടാവും. കത്തുകളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് കത്തുകൾ വരുമായിരുന്നു. അപ്പച്ചനും ഞാനും ചേച്ചിയും ചേച്ചിയും കൂടി ഇരുന്ന് വായിക്കും. അങ്ങനെ മറുപടികളൊന്നും അയച്ചിട്ടില്ല കത്തുകൾക്കൊന്നും. ഇപ്പോഴത്തെ ഈ സംവിധാനങ്ങളൊന്നും അന്നില്ലല്ലോ. നമുക്ക് ഉടനെ റിപ്ലൈ കൊടുക്കുക എന്നൊന്നും അന്നില്ലാത്തൊരു കാര്യമല്ലേ. പിന്നെ ഈ വരുന്ന കത്തുകൾ ഒന്നും രണ്ടും കത്താണെങ്കിൽ നമുക്ക് എഴുതാം. എണ്ണം കൂടുമ്പോൾ നമുക്ക് മറുപടി കൊടുക്കാൻ, നമ്മളത് വായിക്കും, സന്തോഷിക്കും എന്നല്ലാതെ. ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട് അന്നൊക്കെ, ഒത്തിരി സന്തോഷിച്ചിട്ടുണ്ട് കത്തുകളൊക്കെ കണ്ട്. അതെഴുതിയ ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടാവും ചിലപ്പോൾ. ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമുക്ക് കിട്ടുന്ന അവാർഡുകൾ പോലെയാണല്ലോ ഓരോ കത്തും. പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഗിഫ്റ്റ്, അന്നൊക്കെ ഒത്തിരി ഗിഫ്റ്റുകൾ കൊണ്ടുവന്ന് തരും. ഇന്നെങ്ങനെയാന്ന്, ഇപ്പം ഞാൻ അധികം പ്രോഗ്രാംസിന് പോവാറില്ല, അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം അന്നൊക്കെ ഗോൾഡ് വാച്ചസ്, ബാഗ്സ്, അങ്ങനെ ഒത്തിരി നല്ല നല്ല ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് തരും. അങ്ങനെയൊക്കെ വന്ന് പ്രപ്പോസലൊക്കെ ഉണ്ടായിട്ടുണ്ട്. സിംഗപ്പൂരിൽ നിന്നൊക്കെ അങ്ങനെ 2-3 പേര് വന്നിട്ടുണ്ട്. സിലോൺ അവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട്. സിലോണിൽ നിന്നൊക്കെ എന്തായാലും ആൾക്കാർ വന്നെങ്കിൽ ഇവിടെ നിന്ന് ഒരുപാട് പ്രപ്പോസൽസ് വന്നിട്ടുണ്ടാവും. ഇവിടുന്നും ഉണ്ട്, നാട്ടിൽ നിന്നുണ്ട്, കുറെ പ്രമുഖരൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചി ഇതൊക്കെ എന്നാ എഴുതുക? അയ്യോ, ഞങ്ങക്ക് പ്രമുഖരെ പേരറിയാൻ വേണ്ടിട്ടല്ല, ചേച്ചി ഇതൊക്കെ ഒന്ന് റെക്കോർഡിക്കലാക്കണ്ടേ? എഴുതണ്ട, എഴുതാതിരിക്കണ നല്ലത്. പക്ഷെ മക്കള് സമ്മതിക്കുന്നില്ല. പിന്നെ ഷിജോ പറയപ്പോഴും ചേച്ചി എഴുതണം. എഴുതാം, പ്രപ്പോസലിന്റെ കാര്യം അല്ലെങ്കിലും ഞാൻ വന്ന വഴികള് അത്ര എളുപ്പ വഴികളായിരുന്നില്ല. അല്ല, ചിലരൊക്കെ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ചേച്ചിയുടെ ഒരു 180 കഴിഞ്ഞുള്ള പാട്ട്, കൃത്യമായിട്ട് 182 എന്ന് വേണമെങ്കിൽ തൽക്കാലം കണക്ക് കൂട്ടാം. 182ാമത്തെ പാട്ടാണ് ചിന്ന ചിന്ന ആശയം. എന്നിട്ട് ചേച്ചി ചിലരൊക്കെ മനസ്സിലാക്കുന്നത് ചേച്ചിയുടെ ആദ്യത്തെ പാട്ട് ചിന്ന ചിന്ന ആശയം എന്നാണ്. അതിനു മുമ്പ് ചേച്ചി പാടി തകർത്ത് കഴിഞ്ഞു, എന്നിട്ടാണ് ചിന്ന ചിന്ന റോജ പാട്ട്. 15,000 പാട്ടുകൾക്ക് മേലെ നാട്ടിൽ പാടിയതിന്, സിനിമയല്ല, നോൺ ഫിൽമി സോങ്സ്, ഡിവോഷണൽ, ക്രിസ്ത്യൻ ഡിവോഷണൽ, ഹിന്ദു ഡിവോഷണൽ, മാപ്പിളപ്പാട്ടുകള്, ഭജൻസ്, ഡ്രാമ സോങ്സ്, അങ്ങനെ കുറേ റെക്കോർഡിങ്സ് പാടിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, 84 തുടങ്ങി ഞാൻ സ്റ്റുഡിയോയിലാണ്. 91 വരെ, 91 ജാനുവരി ഇവിടുന്ന് ഞാൻ പോകുന്നതിൻ്റെ തലേ ദിവസം വരെ
ഞാൻ സ്റ്റുഡിയോയിലാണ് ഫുൾ ടൈം. എത്രയോ പാട്ടുകൾ പാടിയിട്ടുണ്ടാവും. എണ്ണം ഞാൻ എഴുതി വെച്ചിട്ടില്ല. കുറേ ബുക്കുകളൊക്കെ അങ്ങനെ നഷ്ടപ്പെട്ടു. എത്ര പാടി എന്ന് ചോദിച്ചാൽ അതിനൊരു കണക്ക് പറയാൻ സത്യത്തിൽ എനിക്കറിയില്ല. അതിനു വേണ്ടും പാട്ടുകൾ പാടിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കാര്യമായിട്ട് ചിലപ്പോൾ തോന്നും. പക്ഷേ പാടിയതെല്ലാം നമ്മുടെ ഈ മണ്ണിലെ മലയാള മണ്ണിലെ ലെജൻസിൻ്റെ കൂടെയായിരുന്നു. പക്ഷെ അതെനിക്ക് അന്നറിയില്ലായിരുന്നു. അർജുന മാഷ്, ജെറിയമൽ ദേവ് സാറ്, പെരുമ്പാവൂർ ജി സാറ്, കലവൂർ ബാലൻ സാറ്, രാഘവ മാഷ്, വിദ്യാധരൻ മാഷ്, ഫ്രാൻസിസ് വലപ്പാട്, സുരേന്ദ്ര മാഷ്, ഇങ്ങനെ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ്. എനിക്കറിയില്ല അത്രമാത്രം മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ ഏറ്റവും പ്രഗത്ഭരായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഈ ശബ്ദമൊക്കെ പോയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാവണത്. സത്യം, എനിക്കറിയില്ലായിരുന്നു ഇവരൊക്കെ ഇത്രയും മഹാന്മാരാണ് എന്നുള്ളത്. மல்லிகை பூவாய் மாறிவிட ஆசை, தென்றலை கண்டு மாலையிட ஆசை, மேகங்களை எல்லாம் தொட்டுவிட ஆசை, சோகங்களை எல்லாம் விட்டுவிட ஆசை, கார்குழலில் உலகை கட்டிவிட ஆசை, சின்ன சின்ன ஆசை, சிறகடிக்கும் ஆசை, முத்து முத்து ஆசை, முடிந்து வைத்த ஆசை. ചേച്ചി ശബ്ദം നഷ്ടപ്പെട്ടതിന് ശേഷവും റഹ്മാൻ സാറ് പാട്ട് പാടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത്തരമൊരു അനുഭവം ചേച്ചി പറഞ്ഞു. പാടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഹലോ പറഞ്ഞത് എങ്ങനെയാണ്, ആ ശബ്ദം ഉണ്ടെങ്കിൽ പിന്നെ പാടിക്കൂടെ എന്ന് ചോദിച്ചു. സാങ്കേതികമായി കൂടെ റഹ്മാൻ സാറ് കുറച്ചുകൂടെ മുൻപോട്ട് പോയത് കൊണ്ടാണ് അന്ന് അത് പാടിപ്പിക്കാനൊക്കെ കഴിഞ്ഞത്, അല്ലെങ്കിൽ പറയിപ്പിച്ച് പാട്ടായിട്ട് എടുക്കാൻ കഴിഞ്ഞത്. അതിന് ട്രൈ ചെയ്യുന്ന സമയത്ത് ചേച്ചി റഹ്മാൻ സാറ് ശരിക്കും ബുദ്ധിമുട്ടിയായിരിക്കാം ഒരു പക്ഷേ അത് കൈകാര്യം ചെയ്തത്. കാരണം ഇത്രയും നല്ലൊരു സിംഗറിനെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ഒരു ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. എങ്ങനെയായിരുന്നു? എനിക്കറിയില്ല. ഞാൻ അവിടെ വിഷമിച്ച് നിന്ന് പാടി, അത്ര എനിക്കറിയുള്ളൂ. മറുഭാഗത്ത് എന്ത് നടക്കണു എന്നുള്ളത് നമുക്കറിയില്ല. നമുക്ക് ജസ്റ്റ് ഗ്ലാസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാണാം. എനിക്കൊട്ടും ടെൻഷൻ തന്നിട്ടേ ഇല്ല സാറ്. ഭാരതിരാജ സാർ ഉണ്ടായിരുന്നു അന്ന് പാടിക്കൊണ്ടിരിക്കുമ്പോൾ. സാറ് ഭയങ്കര വിഷമായി സാറിന്. ഞാൻ ഈസി ആയിട്ട് പാടുന്നത് കണ്ടിട്ടുള്ള ആളാണല്ലോ. അപ്പോൾ പാടി കഴിഞ്ഞപ്പോൾ സാരമില്ല, നീ വിഷമിക്കണ്ട, ശരിയാകും, എന്ത് പറ്റി നിനക്ക് എന്ന് എന്നോട് വന്ന്, എന്നാച്ചുമ്മ ഉനക്ക്, ഏൻ കുരൽ ഇപ്പിടി ആച്ച് ഉനക്ക് എന്ന് ചോദിച്ചിട്ട് കുറെ വിഷമിച്ച് സാറന്ന്. എന്തു പറയാനാ, ഞാൻ വെറുതെ നോക്കി നിന്നു, അത്രേ ഉള്ളൂ. ഈ വാർത്തകളെ കുറിച്ച് പറയുമ്പോൾ ചേച്ചി അന്ന് എത്രത്തോളം ശ്രദ്ധിക്കുമായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചേച്ചിക്ക് ഈ ഫോട്ടോ എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഇതൊന്ന് പറയുമോ ചേച്ചി? ഇത് ഏതിന്റെ? ഇത് ചിന്ന ചിന്നാസൈ പാടിയതിന് ശേഷം, ഈ റോജ റിലീസാകുന്നതിന് മുൻപുള്ള ഒരു ഫോട്ടോ എടുക്കാൻ വരണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഫോട്ടോയ്ക്ക് വേണ്ടി ചെന്നതാണ്. സുജാത ചേച്ചി ഉണ്ടായിരുന്നു, സുജാത ചേച്ചി ഉണ്ടായിരുന്നു. അടിപൊളി.